നമസ്കാരം. 39 വർഷത്തിന് ശേഷം പോലീസിനോട് അയാൾ കുമ്പസരിച്ചിരിക്കുകയാണ്. 14-ാം വയസ്സിൽ അയാൾ ചെയ്തത് ഒരു കൊലപാതകം. അതിൻ്റെ പേരിൽ നീറിക്കഴിഞ്ഞത് 39 വർഷം. ഒടുവിൽ മനസ്സിലെ വിങ്ങലൊക്കെ അവസാനിപ്പിക്കാൻ പോലീസിന് മുൻപിലെത്തുകയായിരുന്നു. സകലതും ഏറ്റുപറഞ്ഞു. കുറ്റസമ്മത മൊഴി നൽകി ജയിലിലേക്ക് അയാൾ പോയി. മലപ്പുറം വേങ്ങര ചേറൂർ കിളിനക്കോട് പള്ളിക്കൽ ബസാറിൽ താമസിക്കുന്ന തായ്പറമ്പിൽ മുഹമ്മദ് അലിയാണ് 14-ാം വയസ്സിൽ താൻ ചെയ്ത പ്രവൃത്തിയിലൂടെ ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടമായ കാര്യത്തെക്കുറിച്ച് വേങ്ങര പോലീസിന് മുൻപിൽ ഏറ്റുപറയുന്നത്. ഇയാളെ മഞ്ചേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ. 1986-ലാണ് സംഭവം. മുഹമ്മദ് അലിക്ക് 14 വയസ്സുള്ളപ്പോൾ കൂടരങ്ങിയിൽ വെച്ച തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ ചവിട്ടി വീഴ്ത്തി. ഇവിടെ നിന്നും ഭയന്നോടിപ്പോയ മുഹമ്മദ് അലി പിന്നീട് അറിയുന്നത് താൻ ചവിട്ടി വീഴ്ത്തിയ ആൾ മരിച്ചു എന്നാണ്. മരിച്ച വ്യക്തിക്ക് അപസ്മാരം ഉണ്ടായിരുന്നു. ഇതോടെ സ്വാഭാവിക മരണമായി കണക്കാക്കിയ കേസ് പോലീസ് അവസാനിപ്പിച്ചു. ഏറ്റെടുക്കാൻ ആരും വരാത്തതിനാൽ അജ്ഞാത മൃതദേഹമായി അത് സംസ്കരിച്ചു. എന്നാൽ താൻ ചെയ്ത കൊലപാതകമോർത്ത് ഇക്കാലം അത്രയും മുഹമ്മദ് അലിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. ഒടുവിൽ 54-ാം വയസ്സിൽ അദ്ദേഹം സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഈ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് മുഹമ്മദ് അലിക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തു. തങ്ങളുടെ സ്റ്റേഷൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ടത് ആര് എന്നറിയാത്ത തലവേദനയിലാണ് ഇപ്പോൾ തിരുവമ്പാടി പോലീസ് ഉള്ളത്. ഇത് കണ്ടെത്തുക എന്നതാണ് പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. മരിച്ച വ്യക്തി ഇരിട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നും പറയുന്ന നാട്ടുകാരുണ്ട്. RDO ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും പത്രവാർത്തകൾ നോക്കിയുമൊക്കെയാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കൂടരങ്ങി മിഷൻ ആശുപത്രിക്ക് മുന്നിൽ 20 വയസ്സ് തോന്നിക്കുന്ന യുവാവിൻ്റെ മൃതദേഹം എന്ന പഴയ വാർത്ത മാത്രമാണ് പോലീസിന് ലഭിച്ച ഏക തെളിവ്. ഇതിൽ നിന്നും അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കൂലിപ്പണിക്കാരനാണ് മുഹമ്മദ് അലി. മൂത്ത മകൻ്റെ മരണവും രണ്ടാമത്തെ മകൻ്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായെന്നും മനസ്സ് അത്രമേൽ നീറിപ്പുകഞ്ഞതോടെ എല്ലാം ഏറ്റുപറഞ്ഞാൽ സമാധാനം കിട്ടുമെന്ന് തോന്നിയെന്നും മുഹമ്മദ് അലി പോലീസിനോട് പറയുന്നു. കൃത്യം നടന്ന കൂടരങ്ങിയിലെ തോടും പോലീസിന് ഇയാൾ കാണിച്ചു കൊടുത്തു. കൂടരങ്ങി മിഷൻ ആശുപത്രിക്ക് മുന്നിലെ വയലിലെ ചെറുതോട്ടിൽ യുവാവിൻ്റെ ജഡം കണ്ടെത്തിയെന്നും 20 വയസ്സ് തോന്നിക്കുമെന്നും മാത്രമാണ് 1986 ഡിസംബർ 5 പത്രവാർത്തയിൽ കണ്ടത്. മരണത്തിൽ അസ്വാഭാവികതയൊന്നും തോന്നിയിരുന്നില്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്. പറമ്പുടമ ദേവസ്യ ഇപ്പോൾ അസുഖബാധിതനായി വീട്ടിൽ കിടപ്പിലാണ്. അന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന സമീപവാസി ജോസ സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടത് ആരാണെന്ന് അന്ന് നാട്ടുകാർക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. തോട്ടിൽ അജ്ഞാതനായ യുവാവ് മുങ്ങി മരിച്ചു കിടക്കുന്നുവെന്നാണ് കേട്ട സ്ഥലത്തെത്തിയത്. പോലീസ് എത്തി മൃതദേഹം കൊണ്ടുപോയതും ഓർക്കുന്നുണ്ട് എന്നും ജോസ് പറയുന്നു. അന്നത്തെ തോട് ഇന്ന് കാനയാണ്. ദേവസ്യയ്ക്കും അന്ന് പ്രീ ഡിഗ്രി പ്രായമാണ്. ദേവസ്യയുടെ പിതാവ് ജോസഫ് എന്ന ഔദയായിരുന്നു പറമ്പുടമ. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. മരണത്തിൽ സംശയമൊന്നും നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് മൃതദേഹം കണ്ട സമീപവാസിയായ വേലായുധനും പറയുന്നു. ഏതായാലും മുഹമ്മദ് അലിയുടെ മാനസാന്തരപ്പെടൽ വേങ്ങരയിലാണ് നടന്നതെങ്കിലും വെളിപ്പെടുത്തലോടെ തിരുവമ്പാടി പോലീസിൻ്റെ തലവേദന തുടങ്ങുകയായിരുന്നു. 116/86 ആയി രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഫയൽ പുറത്തെടുത്ത പോലീസിന് മരിച്ചതാര എന്ന് ഇനി കണ്ടെത്തേണ്ട വലിയ ജോലിയാണ് ഉള്ളത്. ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് വീഴ്ത്തിയെന്ന മുഹമ്മദ് അലിയുടെ മൊഴി പോലീസ് എന്തായാലും വിശ്വസിക്കുന്നുണ്ട്. മുഖം കഴുകുമ്പോൾ പിന്നിൽ നിന്ന് തള്ളിയിട്ട് ചവിട്ടിത്താഴ്ത്തി സ്ഥലം വിടുകയായിരുന്നുവെന്ന് മുഹമ്മദ് അലി മൊഴി നൽകിയിട്ടുണ്ട്. അപസ്മാരമുണ്ടായിരുന്ന ആളാണെന്നും സ്വാഭാവിക മരണമായിരിക്കും എന്നാണ് നാട്ടുകാർ അന്ന് വിശ്വസിച്ചത്. ശ്വാസകോശത്തിൽ ചെളിയും വെള്ളവും കയറിയതാണ് മരണകാരണമെന്ന മൃതദേഹ പരിശോധനാ റിപ്പോർട്ടും വന്നിരുന്നു. ഇതോടെ പോലീസ് അപ്രകാരം കേസും എടുത്തു. മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്തിയതുമില്ല. അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച് നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ്. കൂടരങ്ങിയിലേത് കൂടാതെ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് പോലീസ് ഇപ്പോൾ.